നമ്മളിനി 4K വീഡിയോ അല്ല 8K വീഡിയോ എടുത്ത് എത്ര ക്വാളിറ്റിയിലെടുത്താലും ഓഡിയോ ക്വാളിറ്റി കുറവാണെങ്കിൽ നമ്മളെ കണ്ടൻറ്റ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ആൾക്കാർ ഇഷ്ടപ്പെടില്ല. നമ്മൾ വീഡിയോ ക്വാളിറ്റി അത്രയും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഓഡിയോക്കുള്ള ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ മൈക്കുകൾ അവൈലബിൾ ആണ്. ഗോഡോക്സിൻ്റെ മേ ബി ഓരോ 3 മാസം കൂടുമ്പോൾ ഓരോ മൈക്കുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗോഡോക്സ് ഈടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ മൈക്കാണ് ഗോഡോക്സിൻ്റെ മാജിക് XT1 എന്ന് പറയുന്ന ഈ ഒരു മൈക്ക്. ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂപ്പർ മൈക്കാണ്. കാരണം ഇപ്പോൾ എൻ്റെ മാർത്തിരിക്കുന്ന മൈക്കാണ് അറിയാൻ പറ്റും. ഷർട്ടൊക്കെ പിടിച്ച് വലിച്ചിട്ട് ശരിക്കും ഹെവി ആയിട്ടുള്ള ഒരു മൈക്കാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വന്ന XT1ലുള്ള യൂണിറ്റ് കണ്ടാൽ ശരിക്കും നമുക്ക് അത്ഭുതപ്പെടാം. കാരണം ഈ ഒരൊറ്റ യൂണിറ്റിൽ നമുക്ക് ഇതൊരു 3-in-1 യൂണിറ്റാണ്. ഇത് ശരിക്കും സാധാരണ ഒരു റിസീവറിൻ്റെ വലുപ്പമുണ്ടെങ്കിലും ഇതിൽ ഒരു റിസീവർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 2 ട്രാൻസ്മീറ്റർ 2 വരുന്നുണ്ട്. ട്രാൻസ്മീറ്ററൊക്കെ ഉണ്ടാവും. 8 ഗ്രാമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഷർട്ടിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ 8 ഗ്രാമുള്ള 2 ട്രാൻസ്മിറ്ററാണ് ഇതിൽ വരുന്നത്. ഇത് തന്നെയാണ് ചാർജിങ് ഹബ്ബും. അപ്പോൾ നമ്മുടെ റിസീവറിൽ വരുന്ന USB-Cയിൽ നമുക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ യൂണിറ്റ് നമുക്ക് 16 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ട്രാവലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ മൈക്കിൻ്റെ ഒക്കെ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ചാർജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഉള്ള കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേ ബി 4-5 ദിവസം യൂസ് ചെയ്യാനുള്ള ചാർജ് ഈ ഒരൊറ്റ മൈക്കിൽ നമുക്ക് കിട്ടും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 16 hours യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റു ഗുണങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നോയ്സ് ഫംഗ്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈക്കാണ് ഗോഡോക്സിൻ്റെ മാജിക് XT1. നോയ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചും ഒക്കെ നോക്കാം. അതുപോലെ 200 മീറ്റർ റേഞ്ചിൽ നമുക്കിത് ഓപ്പൺ ഏരിയയിലൊക്കെ ഈസി ആയിട്ട് നമുക്കിത് കിട്ടും. 200 മീറ്റർ ഒന്നും ശരിക്കും ഒരു മൈക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ദൂരത്തേക്കൊക്കെ ബ്ലോഗ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ശരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതൊക്കെയാണ് ഇതിൽ ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ ഇത് 48 kHz 24 ബിറ്റിലാണ് നമുക്ക് ഓഡിയോ തരുന്നത്. അപ്പോൾ ഓഡിയോൻ്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ നോക്കാം. എപ്പോഴും നമ്മൾ മൈക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എത്ര ബിറ്റ് സൗണ്ടാണ് നമുക്ക് തരുന്നത് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, ക്വാളിറ്റി എങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിൻ്റെ പാക്കിൽ എന്തൊക്കെ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ iShoot ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ക്ലിപ്പ് റിലീസിങ് ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 യൂണിറ്റ് നമുക്ക് ട്രാൻസ്മിറ്റർ കിട്ടും. ഉണ്ടാവും വളരെ ടൈനി ആയിട്ടുള്ള വെറും 8 ഗ്രാമുള്ള നമുക്ക് 2 ട്രാൻസ്മിറ്റർ ഇതിൽ വരുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് ബട്ടണാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഷർട്ടിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പോക്കറ്റിലൊക്കെ നമുക്ക് വെച്ചിട്ട് മൈക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെറുതെ ഇത് പോക്കറ്റിൽ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷർട്ടിൻ്റെ ബ്രാൻഡ് എന്ന് തോന്നും. ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മുകളിൽ വരുന്നത് ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ നമുക്ക് 3 സെക്കൻഡ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കാൻ പറ്റും. സിംഗിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോയ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോയ്സിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും നോയ്സൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പുറത്ത് പോകുമ്പോഴായിരിക്കും അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് മോണോ, സ്റ്റീരിയോ, അതുപോലെ സേഫ്റ്റി മോഡ് എന്ന് മറ്റൊരു മോഡും കൂടെ വരുന്നുണ്ട്. 2 മോണോയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മൈക്ക് -6 dBയിൽ വർക്ക് ചെയ്ത് നമുക്ക് സേഫായിട്ട് നമ്മുടെ സൗണ്ട് വളരെ സേഫായിട്ട് കിട്ടാൻ വേണ്ടി സേഫ്റ്റി മോഡും വരുന്നുണ്ട്. സ്റ്റീരിയോയിലാണെങ്കിൽ 2 പേർക്കൊക്കെ സ്റ്റീരിയോയിൽ ഉഷാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനും കൂടെ അതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ റിസീവറിൽ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യണം. അതിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ വരുന്നത്. പിന്നെ നമ്മൾ റിസീവർക്ക് പോവുകയാണെങ്കിൽ റിസീവറിൽ ഇവിടെ USB-C ഉണ്ട്. ഈ USB-C നമുക്ക് റിസീവർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സോ മീറ്റിങ്ങൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കമ്പ്യൂട്ടറിൽ നമ്മുടെ ഓഡിയോ കൊടുക്കാനും ഈ ഒരു USB-C നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് വരുന്നുണ്ട്. നമ്മളെ മെനു സെലക്ട് ചെയ്യാനും സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ ആയിട്ട് 10 സ്റ്റെപ്പായിട്ട് നമുക്കിതിൽ സൗണ്ട് കൂട്ടിയും കുറച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഹെഡ്ഫോൺ മോണിറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു 3.5 mm ജാക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ്ഫോണൊക്കെ ക്യാമറയിൽ കുത്തണ്ട, ഇതിൽ തന്നെ നമുക്ക് ഹെഡ്ഫോൺ കുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം വോളിയത്തിൽ ഔട്ട് വരുന്നുണ്ടെന്ന്. അതുപോലെ ഓഡിയോ ഔട്ട് ഉണ്ട്. ഈ ഓഡിയോ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ ക്യാമറയിലും നമ്മളെ ഫോണിലും ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഓഡിയോ ഔട്ട് എടുത്തിട്ടാണ് നോർമലി. പിന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ മെനു ബട്ടണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലൊരു പവർ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും കളർഫുൾ ആയിട്ടുള്ള ഒരു OLED സ്ക്രീനിലാണ് വരുന്നത്. ഇത് ടച്ച് സ്ക്രീനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെനു ഒക്കെ മാറ്റാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമുക്ക് സൈഡിലെ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മെനു ഒക്കെ മാറ്റാൻ പറ്റും. ഇതിൽ മെനുവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെനു ഉണ്ട്. മെനുവൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് ബാക്കി എന്തൊക്കെയാണ് നമ്മളെ ബോക്സിലുള്ളത് നോക്കാം.
അതുപോലെ 2 ബാക്ക് ക്ലിപ്പ്, മാഗ്നറ്റിക് ക്ലിപ്പ് വരുന്നുണ്ട് നമുക്ക്. ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ റിസീവർ നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 ക്ലിപ്പുകൾ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ വിൻഡ് കട്ട് 2 വരുന്നുണ്ട്. വിൻഡ് കട്ട് ഫിൽറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഡെഡ് കാറ്റ് 2 നമുക്ക് ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യാം. അതായത് പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിൻഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വിൻഡ് കട്ട് ഉപയോഗിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള 2 വിൻഡ് കട്ട് ബോക്സിൽ വരുന്നുണ്ട്. പിന്നെ കേബിൾസും ആക്സസറീസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേബിൾ വരുന്നത് ഒരു USB-C to USB-A, നമ്മൾ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാനും ചാർജ് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയുള്ളൊരു കേബിൾ വരുന്നുണ്ട്. പിന്നെ 3.5 mm, അതായത് TRS to USB-C ഒരു എന്താ പറയുക കേബിൾ വരുന്നുണ്ട്, ഒരു കണക്ടർ വരുന്നുണ്ട്. നമ്മൾ ഫോണിനൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് TRS to TRS 3.5 mm തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു സാധനം നമ്മൾ പുതിയതായിട്ട് ഞാനിതിൽ മൈക്കിലൊക്കെ വന്നൊരു സാധനം കണ്ടത് കോൾഡ് ഷൂ ഒരു ബേസാണ്. കോൾഡ് ഷൂ നമ്മൾ ക്യാമറയുടെ മുകളിലുള്ള ഫ്ലാഷിൻ്റെ ഒക്കെ മൗണ്ടിൽ നമുക്കിതിട്ട് വെച്ചിട്ട് നമുക്ക് റിസീവർ ഇതിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. റിസീവറിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് റിസീവർ നമുക്ക് ക്യാമറയുടെ മുകളിൽ ക്ലിപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മളെ ഗിംബലിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഒരു കോൾഡ് ഷൂ ബേസും കൂടെ വരുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇത് നേരിട്ട് നമുക്ക് നമ്മളെ ക്യാമറയിൽ തന്നെ അറ്റാച്ച് ചെയ്യാം. അതിന് വെക്കേണ്ട കാര്യമില്ല, നേരെ ക്യാമറയിൽ വെച്ചാൽ മതിയെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒരു എക്സ്ട്രാ സാധനം കൂടെ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്ന പഴയ മൈക്ക് മാറ്റിയിട്ട് ഞാൻ ഈ ഗോഡോക്സിൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള സൗണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോഡോക്സ് മാജിക് XT1 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതും തമ്മിൽ എന്തൊക്കെ ഡിഫറൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാത്രമല്ലാതെ ഉണ്ടാവും അത് വലിയൊരു സാധനമായിട്ടിരുന്നത് വളരെ ടൈനി ആയിട്ട് എടുക്കുന്ന സാധനമാണ്. കാരണം 8 ഗ്രാം മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പോക്കറ്റിൻ്റെ മുകളിൽ പിന്നെ ഷർട്ടിൻ്റെ ഒരു ലോഗോ പോലെ നമുക്ക് തോന്നുള്ളൂ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡോക്സ് മാജിക് XT1ൻ്റെ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതിലെ ബട്ടൺ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീനോയ്സ് ഫംഗ്ഷൻ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തിരക്കുള്ളൊരു റോഡ് സൈഡിലെ ഓഫീസ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വണ്ടിയുടെ സൗണ്ടൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഡീനോയ്സ് ബട്ടൺ ഓൺ ചെയ്യാൻ പോവാണ്. ഡീനോയ്സ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീനോയ്സ് വളരെ ഈസി ആയിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളെ ലൈറ്റ് ഓറഞ്ചിലേക്ക് പോകും. അതുപോലെ ഇത് 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് പെയർ ആയിരുന്നെങ്കിൽ പെയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ ഡീനോയ്സ് ഓൺ ആണ്. ഡീനോയ്സ് ഓൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 2 AC വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പുറത്ത് റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. പല ഹോണടികളൊക്കെ ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡീനോയ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക, കമൻറ്റ് ചെയ്യുക. ഡീനോയ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓക്കെ ആണോ, അതല്ലെങ്കിൽ പോരെ, എന്താണ് നിങ്ങളെന്ത് മൈക്കാണ് യൂസ് ചെയ്യുന്നതൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കമ്മ്യൂണിക്കേഷനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഡീനോയ്സിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനത് ഷർട്ട് തന്നെ കുത്തിയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ പറയാനൊക്കെ നല്ലത്. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാരണം ചെറുതായിട്ട് കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് പുറത്ത് പോയിട്ട് നമുക്ക് എത്ര ദൂരം 200 മീറ്റർ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ദൂരത്തൊക്കെ പോയിട്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡീനോയ്സ് ഫംഗ്ഷൻ എന്തുമാത്രം നമുക്ക് റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം നോയ്സ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാനാണ് നമുക്ക് അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഗോഡോക്സ് മാജിക് XT1ൻ്റെ റേഞ്ച് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം ഒരു 200 മീറ്ററിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ വരെ പോയിട്ട് നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള ഐസൈറ്റാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരെത്തിയുണ്ടല്ലോ. ഓഡിയോ വരുന്നില്ലേ? ഓഡിയോ വരുന്നുണ്ട് അല്ലേ? 150-200 മീറ്ററിനൊക്കെ അടുത്തുണ്ടാവും. ഇപ്പോൾ ഓഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക, എങ്ങനെ ഓഡിയോ കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഓഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇത്ര റേഞ്ച് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നോർമലി നമ്മൾ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയൊന്നും റേഞ്ച് ആവശ്യമില്ല. പക്ഷേ അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ ഞാൻ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഡീനോയ്സ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമലി ഒരു 50 മീറ്റർ ഉള്ളിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഏകദേശം വന്നിട്ടുള്ളത് 150-200 മീറ്റർ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഒരുപാട് ദൂരെ പോയിട്ട് നമ്മൾ ഷൂട്ട് നോക്കി വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
ഇനി നമുക്ക് ഡീനോയ്സ് ഫംഗ്ഷനാണ് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഡീനോയ്സ് ഫംഗ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നമുക്ക് വോയിസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വണ്ടിയുടെ സൗണ്ടുകളും ഒരുപാട് ബൈക്കുകളും ഹോണടി ഒക്കെ നടക്കുന്നുണ്ട്. ഡീനോയ്സ് ഞാൻ ഒരു പ്രാവശ്യം പ്രസ് ചെയ്തു, ഡീനോയ്സ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി ആ റോഡിൽ അത്രയും ബിസി ആയിട്ടില്ല. കാരണം എനിക്ക് പറയുമ്പോൾ പോലും സൗണ്ട് ഇട്ട് പറയാനാണ് തോന്നുന്നത്, കാരണം അത്രയും നോയ്സി ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഡീനോയ്സ് ഫംഗ്ഷൻ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത്. അപ്പോൾ ഗോഡോക്സിൻ്റെ മാജിക് XT1 എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇനി അടുത്ത കുറച്ച് വീഡിയോസിനും കുറച്ച് കാലത്തൊക്കെ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോട്ടോഗ്രാഫി ക്ലാസ്സസും ഐഫോൺ ക്ലാസ്സസൊക്കെ വരുന്നുണ്ട്. താഴെ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഷെഡ്യൂളൊക്കെ കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.